അമ്പലത്തിൽ വെച്ച് ആരാധന നടത്തിയ വകയിൽ ഉണ്ടായ പരിക്കിന് ചികിത്സ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും അമ്പലത്തിൽ പ്രാർത്ഥന. 2 way ആണ്. ഒരു രീതിയിലും ഒന്നാലോചിച്ച് നോക്കുക. ഇതിൻ്റെ അദ്ദേഹം അന്ന് അതിനുശേഷം ഒരു കുറിപ്പ് ഫേസ്ബുക്കിലിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ വളരെ ലക്കിയാണ്, വളരെ ഭാഗ്യവാനാണ്. എന്താണ്? തലയോട്ടിയും നേത്രനാടിയും തകർക്കേണ്ട പരിക്കിനെ 14 തുന്നൽക്കെട്ടുകൾ ഒതുക്കി പരിഹരിച്ച് അനുഗ്രഹിച്ച ദേവിക്ക് സ്തുതി. അതായത് ഈ ത്രാസ് തട്ടി യഥാർത്ഥത്തിൽ വീഴുമ്പോൾ ഭയങ്കര പരിക്കുണ്ടാവേണ്ടതാണ്, മരിച്ചു പോകേണ്ടത് തന്നെയാണ്. പക്ഷെ ഒന്നുമില്ല, ദേവി അത് ഈ 18 അല്ലെങ്കിൽ 12 തുന്നലിലേക്ക് ഒതുക്കി. അപ്പോൾ ഇതാണ് ഈ ക്വാഡ്രാപെഡലിസം എന്ന് പറഞ്ഞാൽ 4 കാലിൽ നടക്കുന്ന ജീവികൾ എന്നുള്ള. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 4 കാലിൽ വന്ന് നിൽക്കുന്ന. ഭക്തൻ്റെ ആർഗ്യുമെൻ്റ് ഇങ്ങനെയാണ്, ഇത് എന്ത് സംഭവിച്ചാലും ഇയാൾക്ക് ഈ ത്രാസ് തട്ടി വീണില്ലെങ്കിൽ ത്രാസ് തട്ടി വീഴാതെ അനുഗ്രഹം തന്നു. ത്രാസ് എന്ന് ഞരങ്ങിയതേ ഉള്ളെങ്കിൽ വീഴാൻ ഒരുങ്ങിയതാണ്, അനുഗ്രഹം തന്നു. ത്രാസ് എന്ന് വേറെ വല്ലവരെയും മണ്ടേ വീണ് കഴിഞ്ഞാൽ, നോക്കൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ട് വേറെ ഒരു തന്നെ മണ്ടയിലിട്ടു. ഇനി ത്രാസ് തട്ടി ഇദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചാൽ എന്താണ്? നേരത്തെ വിളിച്ചു എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ്. എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇത് എടുത്തു വെക്കും.